നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. എരിതീയിൽ കാവേരി. കാവേരി തർക്കത്തിൽ എരിതീയിൽ എണ്ണയൊഴിച്ച് കർണാടകം. തമിഴ്നാടിന് വെള്ളം നൽകാനുള്ള സുപ്രീം കോടതി ഉത്തരവ് തൽക്കാലം അനുസരിക്കേണ്ടതില്ലെന്ന് മന്ത്രിസഭായോഗം. അന്തിമ തീരുമാനം നാളെ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ. കർണാടക തമിഴ്നാട് അതിർത്തിയിൽ കനത്ത സുരക്ഷ. തമിഴ്നാടിന് 6000 ഖനിയടി ജലം വീതം ഈ മാസം 27 വരെ നൽകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത് കഴിഞ്ഞ ദിവസം. എന്നാൽ ജലം വിട്ടു നൽകേണ്ടതില്ലെന്നും കോടതിയലക്ഷ്യ നടപടി നേരിടാമെന്നും ഇന്നലത്തെ സർവകക്ഷി യോഗം. രാത്രി ചേർന്ന മന്ത്രിസഭായോഗം ഈ നിലപാട് അംഗീകരിക്കുകയായിരുന്നു. കോടതി വിധി അനുസരിച്ചാൽ കർണാടകം രൂക്ഷമായ വരൾച്ച നേരിടേണ്ടി വരുമെന്ന് വാദം. നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടാൻ സംസ്ഥാനം ഒരുക്കം. അതേസമയം തമിഴ്നാടിന് വെള്ളം നൽകേണ്ടെന്ന തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കർണാടകത്തിൽ അതീവ സുരക്ഷ. താക്കീതും തിരിച്ചടിയും. പാകിസ്ഥാനെ രാജ്യാന്തര തലത്തിൽ ഒറ്റപ്പെടുത്താൻ നയതന്ത്ര നീക്കം തുടരുമ്പോഴും കാശ്മീരിലെ നുഴഞ്ഞുകയറ്റങ്ങളോട് ശക്തമായി പ്രതികരിച്ച് ഇന്ത്യ. അതിർത്തി കടക്കുന്ന ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിനിടെ ഉറി ഭീകരാക്രമണത്തിൽ പാക് പങ്ക് വ്യക്തമാക്കുന്ന 5 സുപ്രധാന തെളിവുകൾ ഇന്ത്യ കൈമാറി. നിർണായക തെളിവുകൾ കൈമാറിയത് ഡൽഹിയിൽ പാക് ഹൈക്കമ്മീഷണർ അബ്ദുൽ ബാസിദിനെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തി. ഉറി സംഭവത്തിൽ പാകിസ്ഥാന്റെ ഔദ്യോഗിക പ്രതികരണം അറിയിക്കണമെന്നും വിദേശകാര്യ സെക്രട്ടറി S. ജയശങ്കർ. അതേസമയം ഉറി സൈനിക ക്യാമ്പിൽ 18 ജവാന്മാരുടെ വീരമൃത്യുവിനിടയാക്കിയ ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ-e-തോയ്ബ എന്ന പുതിയ കണ്ടെത്തലുമായി ദേശീയ അന്വേഷണ ഏജൻസി. ആക്രമണം നടത്തിയത് ജെയ്ഷെ മുഹമ്മദ് എന്നായിരുന്നു നേരത്തെയുള്ള നിഗമനം. ഭീകരതയുടെ വാഗ്വാദം. കശ്മീർ വിഷയത്തിൽ ഇന്ത്യയെ പഴിചാരാനുള്ള പാകിസ്ഥാൻ ശ്രമത്തിന് ഐക്യരാഷ്ട്രസഭയിൽ തിരിച്ചടി. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ സമർപ്പിച്ച തെളിവുകൾ ഐക്യരാഷ്ട്രസഭ തള്ളി. കശ്മീർ വിഷയത്തിൽ ഇടപെടില്ലെന്ന് UN സെക്രട്ടറി ജനറൽ ബാൻ കി മൂൺ. നടപടി തിരിച്ചടിയാവുക കശ്മീർ സംഘർഷങ്ങളിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്ന പാക് ആവശ്യത്തിന്. അതേസമയം പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ UN പ്രസംഗത്തിന് മറുപടിയുമായി ഇന്ത്യ. പാകിസ്ഥാൻ തീവ്രവാദ രാഷ്ട്രം. തീവ്രവാദത്തെ അന്താരാഷ്ട്ര തലത്തിൽ സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാൻ യുദ്ധകുറ്റകൃത്യങ്ങളാണ് ഇന്ത്യക്കെതിരെ നടത്തുന്നത്. ഭീകരതയാണ് ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമെന്നും UN-ൽ ഇന്ത്യ. ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. സ്വർണം ഗ്രാമിന് 2880 രൂപ, പവൻ 23040 രൂപ. വെള്ളി ഗ്രാമിന് 51 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം വീണ്ടും കാണാം. നമസ്കാരം.